നന്മകളിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോ നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവ് ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവ് ചൊല്ലിടുവാനാ നിത്യ സ്നേഹമോർക്കുമ്പോ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യ സ്നേഹമോർക്കുമ്പോ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ നമ്മുടെ ഡെഡിക്കേഷൻ സർവീസ് തുടങ്ങുവാണ്. പ്രൈസ് ലോർഡ്. കർത്താർദാസൻ ജോയ് പാസ്റ്റർ മുമ്പോട്ട് വന്ന് ശുശ്രൂഷയുടെ മുമ്പായിട്ട് ഒരു ഷോർട്ട് മെസ്സേജ് പറയും. അതിന് മുമ്പായിട്ട് ഇവരെ നമുക്ക് ഇവിടെ ഒരു അവർക്ക് വേണ്ടി 2-3 ചെയർ കൊണ്ടുവന്നിടാമോ പ്ലീസ്? ഇവിടെ നമ്മൾ ഇവിടെ ഇവിടെ ഇടാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല, 2023 നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ സഭയെ നോക്കിയുള്ള ദൈവിക പദ്ധതി, സഭയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയിൽ സഭയിൽ ശുശ്രൂഷമാരുടെ എണ്ണം വർദ്ധിക്കും. സഭയിൽ ബ്രാഞ്ച് ചർച്ചകൾ ഉണ്ടാകും. സഭയ്ക്ക് ദൈവം അപ്രകാരമുള്ള ശുശ്രൂഷ നേതൃത്വ നിരയെ നൽകും എന്ന ആലോചന അന്നെന്ന പോലെ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അതിനുശേഷം കഴിഞ്ഞ 3 വർഷം കൊണ്ട് എൽഡേഴ്സായി, ഡീക്കൻസായി, ചർച്ചിൻ്റെ മറ്റ് ലീഡർഷിപ്പിലേക്ക് പല പ്രിയമുള്ളവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി ഉയർത്തി. എന്നാൽ ഇന്ന് ഔദ്യോഗികമായി ഈ പ്രിയ സഹോദരനെയും സഹോദരിയെയും സഭയുടെ പ്രധാന ശുശ്രൂഷകൻ പാസ്റ്റർ ജെയിൻ തോമസിന് ലഭിച്ച ആത്മനിയോഗ പ്രകാരം ബ്രദർ ബിബി ഫിലിപ്പോസ് ഇതൊരു ശുശ്രൂഷ സ്ഥാനത്തേക്ക് ദൈവത്താൽ വേർതിരിക്കപ്പെടുന്ന നിമിഷവും ദിവസവുമാണ്. ദൈവത്തിന് വചനം പറയുന്ന ഒരുവൻ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക കമ്മീഷനിങ് ഒരുവനെ ദൈവനിയോഗത്തിലേക്ക് ചാർജ് ചെയ്ത് അപ്രകാരമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈവച്ച് വേർതിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ ശുശ്രൂഷ. ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ചില നിർദ്ദേശങ്ങൾ മാത്രം, ഒരു പ്രസംഗമൊന്നുമല്ല, അതിനുള്ള സമയമില്ല. ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഞങ്ങളിങ്ങനെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ബ്രദർ ബിബിയോട് അല്പസമയം സംസാരിക്കാൻ ഇടയായി തീർന്നു. ഈ ദിവസങ്ങളെല്ലാം സംസാരിച്ചു. എന്നാൽ ഇന്നലെ ഇന്നും സംസാരിക്കാത്ത ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ, ഇത് ആത്മീക ശുശ്രൂഷയുടെ ഭാഗമാണ്. ദയവായി നിങ്ങൾ ഇറങ്ങിപ്പോകുക, തിരിച്ചു വന്നിരിക്കുക, വീണ്ടും ഇറങ്ങിപ്പോകുക, നിങ്ങൾ പോകരുത്. വലിയ പ്രധാനപ്പെട്ട ആത്മീക ശുശ്രൂഷയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ ആത്മാവ് എപ്രകാരം ഒരുവനെ ആ ശുശ്രൂഷ ഏൽപ്പിക്കുന്നു, പരമേൽപ്പിക്കുന്നു, അതിലേക്കുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ കൂടി പറയുവാൻ ഈ ഒരു ക്രമീകരണ സഭ എനിക്ക് നൽകി. എന്നെക്കാളും അതിന് അർഹനും ബഹുമാന്യനും ചർച്ച് ബോർഡിൻ്റെ നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവദാസൻ പ്രിയ തോമസ് കുട്ടി അബ്രഹാം പാസ്റ്ററാണ്. എന്നാൽ ഈ ദിവസങ്ങളൊക്കെ ഈ ബിബി ബ്രദറിനോട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ എന്നെ പ്രിയ ജെയിൻ പാസ്റ്റർ ഈ ശുശ്രൂഷ ഉപവാസ ദിനങ്ങളിൽ ചുമതലപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ സംസാരിച്ചതിൻ്റെ ഒരു കൺക്ലൂഷൻ റിമാർക്സ് ആണ് ഇന്നിവിടെ ഇപ്പോൾ പറയുന്നത്.
നിങ്ങൾ ദയവായി എന്നോട് കൂടെ സഹകരിക്കണം. എവിടെ സഹോദരി എന്തി? സർവവും യേശുനാഥനാ സമർപ്പണം, സർവവും യേശുനാഥനാ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ. പ്രിയമുള്ളവരെ, പ്രധാനപ്പെട്ട ഒരു ചിന്ത, ദൈവത്തിൻ്റെ സഭയെ നയിക്കുവാൻ ദൈവം കാലാകാലങ്ങളായി അധ്യക്ഷ പദവിയിലേക്ക് അല്ലെങ്കിൽ ദൗത്യം ഭരമേൽപ്പിച്ച് ശ്രേഷ്ഠകരമായ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുവാൻ ദൈവത്താൽ ഒരു നിയോഗം ലഭിച്ച ഒരു കുടുംബത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദീർഘനാളുകളായി ഈ പ്രിയപ്പെട്ടവർ ഈ സഭയ്ക്ക് അവരുടെ സമീപനം കൊണ്ടും അവരുടെ നിസ്സീമമായ സ്നേഹം കൊണ്ടും ആത്മീയ സഹകരണം കൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉദാത്ത മാതൃകയുള്ള അനുകരിക്കപ്പെട്ട ആത്മീയ ജീവിതം നിങ്ങളുടെ മുമ്പിൽ നയിക്കുന്ന ശുശ്രൂഷയിൽ സഹായിയായി നിന്ന കഴിഞ്ഞ ചില സംവത്സരങ്ങളായി പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഈ ശുശ്രൂഷയിൽ വളരെ മുഖ്യ പങ്കാളിത്തത്തോടെ പ്രവർത്തിച്ച കുടുംബത്തെയാണ് ഇന്ന് ഈ ഡയസിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെ അനുമതിയോടുകൂടി ഞാൻ ഇരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ പ്രിയ സഭ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുക്കപ്പെടുവാൻ പ്രിയ സഹോദരനോട് ആവശ്യപ്പെടുകയും അങ്ങനെ ഉപവാസത്തിൻ്റെ പ്രാരംഭ ദിനങ്ങളിൽ അദ്ദേഹത്തിനോട് ആ വിഷയം സംസാരിച്ചപ്പോൾ താൻ പൂർണ്ണ മനസ്സോടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ സമർപ്പിക്കപ്പെട്ടു എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ സാക്ഷ്യത്തിൽ കൂടി നമ്മളവരെ കേട്ട് എഴുതിയതാണ്. എന്നാൽ ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ദേവദാസമാർ അദ്ദേഹത്തിൻ്റെ ശിരസിൽ കൈവച്ച് ഈ കുടുംബത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന മാത്രമേ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ശുശ്രൂഷ ഞങ്ങളുടെ ആരുടേതല്ല. മിനിസ്ട്രി ബിലോങ്സ് ടു ഗോഡ്. ശുശ്രൂഷ ദൈവത്തിൻ്റെതാണ്. ശുശ്രൂഷ ഞങ്ങളുടെ ആരുടെയുമല്ല, ശുശ്രൂഷ ദൈവത്തിൻ്റെതാണ്. ശുശ്രൂഷകനും ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് ഈ ഭൂമിയിൽ ഒരു ബിസിനസ് അല്ല. അവർ ചെയ്യുന്നത് ദൈവ ഇഷ്ടത്തെ പ്രസാദിപ്പിക്കുന്നതിനായി, പിതാവിൻ്റെ ഇഷ്ടത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവത്താൽ നിയോഗം ലഭിച്ച ദൈവത്തിനും ഈ കർത്താവൻ ദാസി കുഞ്ഞുങ്ങളും ഇന്നു മുതൽ അവർ ശുശ്രൂഷ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. ശുശ്രൂഷ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത് അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരുടെ കൈവെപ്പിനാൽ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് ശൗലും ബർന്നബാസും ഒക്കെ ശീലാസും അന്ത്യോക്യ സഭയിൽ പ്രാർത്ഥിച്ചും ആരാധിച്ചും ഉപവസിച്ചിരുന്നപ്പോൾ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിച്ചു. യേശുവിനൂടെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരെ അപ്പോസ്തലന്മാർ എന്ന് പേര് വിളിച്ച് അവരെ ശുശ്രൂഷയിലേക്ക് ഉയർത്തി. 12 അപ്പോസ്തലന്മാർ ദൈവസഭയ്ക്ക് നൽകി. അതാണ് സഭയുടെ പില്ലർ അപ്പോസ്റ്റൽസ്. നിങ്ങൾക്കറിയാം, ഞാൻ ഇന്നലെ ഒരു ഭാഗം പറഞ്ഞപ്പോൾ എല്ലാവരും കേൾക്കാൻ ഞാൻ ബിബിയോട് പറഞ്ഞു, യേശു ദൈവസഭയെ വളർത്തുവാൻ വിശുദ്ധന്മാരെ ക്രിസ്തുവിന്റെ പക്വതയിലേക്കും തികഞ്ഞ പുരുഷത്വത്തിലേക്കും വളർത്തുവാൻ 5 വിധ ശുശ്രൂഷകളെയാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ക്രിസ്തു സഭയ്ക്ക് നൽകിയ ശുശ്രൂഷ വൃത്തങ്ങൾ ഒന്ന് ചേർന്ന് പറഞ്ഞേ. ഇന്നലെ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഉള്ളവർ പറഞ്ഞേ, അപ്പോസ്തലൻ, പ്രവാചകൻ, ഓർഡറിൽ പറഞ്ഞാൽ അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, അടുത്തത് ഇടയൻ, അടുത്തത് ഉപദേഷ്ടാവ്. നിങ്ങൾ വിചാരിക്കരുത് ഇപ്പോൾ ഈ ബിബിയെയും കുടുംബത്തെയും ഇന്ന് അപ്പോസ്തലനാക്കിയോ ഇന്നൊരു പ്രവാചകനായിട്ടോ സുവിശേഷനായിട്ടോ ഉപദേഷ്ടാവായിട്ടോ സഭയുടെ പരിപാലനപരം കൊടുത്ത് ഇദ്ദേഹത്തെ ഒരു കമ്മീഷൻ ചെയ്യുന്ന ശുശ്രൂഷ അല്ല. ശുശ്രൂഷകൾ ഇതിൽ ഏതുവിധ ശുശ്രൂഷയ്ക്ക് വേണ്ടി യോഗ്യനെന്ന് സഭയുടെ മുമ്പിൽ തെളിയിക്കപ്പെടുവാൻ ഇദ്ദേഹത്തെ ശുശ്രൂഷ സ്ഥാനത്തേക്ക് നിയോഗിച്ച് വേർതിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളാരും ഇവിടെ ഒരു സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും പത്രങ്ങളോ അംഗീകാര ബിരുദങ്ങളോ അവാർഡോ റിവാർഡോ മൊമെന്റോ ഒന്നും കൊടുക്കുന്നില്ല. എല്ലാം കൊടുക്കുന്നത് സർവശക്തനാണ്. ഇനി നാളെ മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ശുശ്രൂഷ സ്ഥാനത്തേക്കുള്ള ഒരു മിനിസ്റ്ററി ചെയ്യുന്ന മിനിസ്റ്റർ എന്ന തലത്തിലേക്ക് ഇദ്ദേഹത്തെ വിളിക്കപ്പെടുവാൻ ഇദ്ദേഹം തന്റെ സമർപ്പണം കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും തന്റെ ജീവിതത്തിൽ വന്ന പവിത്രീകരണം, കോൺസെൻട്രേഷൻ, തനിക്ക് കോളിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് കോളിംഗ് ഉണ്ടെന്ന്. നാളുകളായിട്ട് അദ്ദേഹം നമ്മളെ സെർവ് ചെയ്തു. കോളിംഗ് ഉണ്ടായിരുന്നു. ആ കോളിംഗ് ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് സഭയുടെ ലീഡർഷിപ്പ്
ആ കോളിംഗ് ഉള്ള വ്യക്തിയാണ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തത്, പവിത്രീകരിച്ചത്. ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വചനം കൊണ്ടും ഇദ്ദേഹത്തെ സീനിയർ പാസ്റ്ററിന്റെ ശാസ്ത്രം കൊണ്ടും ഉപദേശം കൊണ്ടും പ്രബോധനം കൊണ്ടും ഒക്കെ കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്തു? വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും പ്രബോധനം കൊണ്ടും ഒക്കെ കഴിഞ്ഞ ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇന്നൊരു കമ്മീഷനിങ് ചെയ്യാൻ പോവാ. കാൾഡ് ഔട്ട്, വിളിച്ചു, കോൺസെൻട്രേറ്റ് ചെയ്തു, ഇന്ന് കമ്മീഷൻ ചെയ്യാൻ പോകും. എത്ര സന്തോഷമുണ്ട്. അതുകൊണ്ട് നാളെ രാവിലെ പേരിന് മുമ്പിൽ അപ്പോസ്തലനാവുന്നില്ല, പ്രവാചകനാവുന്നില്ല, ഉപദേഷ്ടാവുന്നില്ല. പക്ഷെ ഓരോ സമയത്ത് ആവശ്യമുള്ള കൃപാവരങ്ങൾ ദൈവം നൽകും. സ്തോത്രം. തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ കടന്നു പോകുമ്പോൾ ഒരു അപ്പോസ്തല അഭിഷേകം തന്നിൽ കൂടെ പ്രവർത്തിക്കും. നിങ്ങളുടെ നടുവിൽ ഈ ദേവദാസന്റെ അസാന്നിധ്യത്തിൽ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ തൻ്റെ മേലൊരു ഇടയ പരിപാലനം തന്നോട് കൂടെ ഇരുന്ന് ഇവിടെ അത് വർക്ക് ചെയ്യും. ഈ ശുശ്രൂഷ അസാന്നിധ്യത്തിൽ ഒരു സ്ഥലത്ത് ഒരു സുവിശേഷം പറയുവാൻ, ഒരു കൂട്ടത്തെ നയിക്കുവാൻ അവിടെ പോകുമ്പോൾ ഒരു ഇവാഞ്ചലിസ്റ്റിന്റെ സ്പിരിറ്റ് തനിക്കുണ്ടാകും. ഒരു സമൂഹത്തെ ലീഡ് ചെയ്യുവാൻ ഒരു ലീഡർഷിപ്പ് അനോയിന്റിംഗ് ഇദ്ദേഹത്തെ മേൽ വരും. അടുത്തൊരു സമയത്ത് ഇവരെല്ലാം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ബിബി എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ ദൈവനെ പഠിപ്പിക്കാൻ പറയുമ്പോൾ ഒരു ടീച്ചർ അനോയിന്റിംഗ് തനിക്കുണ്ടാകും. അതുകൊണ്ട് അപ്പോസ്തലനെ വ്യത്യസ്തനാക്കുന്നത് അപ്പോസ്റ്റലിക് അതോറിറ്റിയാണ്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് വിടാം. അപ്പോസ്തലനെ വ്യത്യസ്തനാക്കുന്നത് അപ്പോസ്തലിക അധികാരമാണ്. ചേർന്ന് പറഞ്ഞേ, അപ്പോസ്തലിക അധികാരം. അപ്പോസ്തലൻ പറഞ്ഞാൽ പണ്ട് ആരോ പറഞ്ഞു കേട്ടു, അപ്പോൾ സ്ഥലത്തുള്ളവനല്ല. തിരുവല്ലയിൽ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ കാണുന്ന സ്ഥലം അതല്ല അപ്പോസ്തലൻ. ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് അപ്പോസ്തലൻ. ഒരു പ്രത്യേക നിയോഗത്തോടെ ദൗത്യത്തോടെ അയക്കപ്പെടുന്നവൻ അപ്പോസ്തലൻ. അപ്പോസ്തല അതോറിറ്റി. ബിബി എന്നെ മറന്നാൽ ഇത് മറക്കരുത്. അപ്പോസ്തലിക് അതോറിറ്റി എന്ന് പറഞ്ഞേ. അപ്പോസ്തലിക് അതോറിറ്റി. രണ്ട്, പ്രൊഫറ്റ്. പ്രവാചകനെ വ്യത്യസ്തനാക്കുന്നത് പ്രൊഫറ്റിക് കട്ടിംഗ്. ചൂണ്ടുന്നു. പ്രൊഫറ്റിക് കട്ടിംഗ്. അതിനകത്ത് പ്രോഫറ്റ്സ് പലതരത്തിലുണ്ട്. ഇംപ്ലാന്റ് പ്രോഫറ്റ്സ് ഉണ്ട്. ദൈവം ചില ശുശ്രൂഷ പരമേൽപ്പിച്ച വിളിച്ച് വേർതിരിച്ച പ്രോഫറ്റ്സ് ഉണ്ട്. ആമോസ് പ്രോഫറ്റ്സ് അല്ല, ആമോസ് പ്രവാചകനല്ല, കാട്ടത്തിപ്പഴം പറക്കുന്നവനാ. ഒരു ഇടയ ചെറുക്കന് വിളിച്ചെന്താക്കി? പ്രവാചകനാക്കി. ഇരിമ്യാവിനെ ജനിപ്പിച്ച് പ്രവാചകനാക്കി. ഏലീശയെ പ്രവാചകനായി കണ്ടെത്തി. അതൊരു പഴയ നിയമത്തിന്റെ കോണ്ടസ്റ്റാ. പ്രൊഫറ്റിക് കട്ടിംഗ്. എപ്പോഴും പ്രോഫറ്റ് എന്തായും യഹോവ ഇപ്രകാരം എന്ന് പറഞ്ഞു. യഹോവ ഇപ്രകാരം അരുളി ചെയ്തു. മനുഷ്യന് ഒരു കാര്യം ആർക്ക് കേൾക്കണ്ട? പ്രവാചകന് കേൾക്കണ്ട. ബിബി ഒരു പ്രവാചകനാണെങ്കിൽ എന്ത് കേൾക്കണം? ദൈവശബ്ദം കേട്ടിട്ട് ജനത്തോട് പറയണം. അടുത്ത ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകൻ. ഏറ്റവും നീളമുള്ള വിരൽ. സുവിശേഷകൻ ഏത് കാടും ഏത് മലയും ഏത് ഒറ്റടിപ്പാതയും ഏത് മലമെടുക്കും ഏത് പർവ്വതവും ഏത് ഹിമാലയവും ഏത് ആമസോൺ കാടുകളും ഏത് സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാലും 6 അടി. ശമരിയയിൽ ഭയങ്കര ഉണർവ് നടത്തിക്കൊണ്ടിരുന്ന ഫിലിപ്പോസ് വെറും ഒരു സുവിശേഷകനാ. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശം പറഞ്ഞപ്പോൾ 6 സ്വത്രാംശ തരും, 6 ദശാംശം തരും, 6 കൈപൊക്കും, 6 സ്നാനപ്പെടുത്ത കിട്ടും. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തിൽ ആരും പോയില്ല. പത്രോസ് പോയില്ല, യോഹന്നാൻ പോയില്ല. ആര് പോയി? ഫിലിപ്പോസ്. ഞാൻ പറയാം, അടുത്തതാണ് പാസ്റ്റർ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏറ്റവും ബലഹീനമായ വിരൽ ഏതാണ്? ഈ 2 വിരലിന്റെ ഇടയ്ക്കാണ് ഈ വിരലിന് ബലം. ഞാൻ പറയാം, ഒരു ഇടയനെ വ്യത്യസ്തനാക്കുന്നത് ഇടയന്റെ പാഷനാണ്. പാഷൻ പറഞ്ഞാൽ ഇടയന്റെ ഹൃദയമാണ്. ഇടയൻ എന്തുള്ളത്? ഹൃദയം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ പത്രോസ് ആയിരുന്നു. പത്രോസ് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയിക്കുക, എൻ്റെ ആടുകളെ പായിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. Tend my sheep, feed my lamb, feed my sheep. ആട്ടുകൂട്ടത്തിന് മാതൃകയുള്ള നല്ല ഇടയനായി. അപ്പോസ്തലിക് അതോറിറ്റി, പ്രൊഫറ്റിക് കട്ടിംഗ്, ഇവാഞ്ചലിസ്റ്റിക്കൽ സീൽ. ആത്മാക്കൾ, സോൾസ്, സോൾസ്, ആത്മാക്കൾ, ആത്മാക്കൾ, ആത്മാക്കൾ. ഏറ്റവും വലിയ ഇവാഞ്ചലിസ്റ്റാണ് സെന്റ് പോൾ. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വലിയ വിധേനയും യഹൂദന്മാർ രക്ഷിക്കപ്പെടണം, സ്വന്തം ജനം രക്ഷിക്കപ്പെടണം, ന്യായപ്രമാണം ഉള്ളവർ രക്ഷിക്കപ്പെടണം, ബർബർമാർ രക്ഷിക്കപ്പെടണം. അങ്ങനെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ സീൽ. പാസ്റ്ററൽ ഹാർട്ട്, ടീച്ചറൽ ക്ലാരിറ്റി. ഏത് കാര്യം ചോദിച്ചാലും എഴുന്നേറ്റോട് പറയാൻ പ്രാപ്തിയുള്ള ഒരു ഉപദേഷ്ടാവ്. അങ്ങനെയാണ് ഞാൻ ചില വാക്യങ്ങൾ, ഒരു 2 മിനിറ്റ് കൊണ്ട് ചില വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ഞാൻ കുറിച്ച് വെച്ച കാര്യങ്ങൾ നിങ്ങൾക്കൊണ്ട് വേഗത്തിൽ ഞാൻ വായിക്കുന്നു. ആരെങ്കിലും വായിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആ വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ അപ്പോസ്തലപ്രവൃത്തി 20:28. അപ്പോസ്തലപ്രവൃത്തി 20:28. മെസ്സേജ് പറയുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 20:28.
ലിസൺ, ക്രൈസ്തവ ചർച്ച നിങ്ങൾ ഒന്നും ഞങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവർ മേലൊന്ന് കൈവെക്കും. ഞങ്ങളെ കയ്യിലെ വെക്കുന്നത് സർവശക്തിന് വരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ പ്രിയ കുടുംബത്തെ ആക്കി വെക്കുകയാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഒരു അധ്യക്ഷ പദവിയിലേക്ക് എപ്പോഴും അധ്യക്ഷ വർത്തമാനം. ഞാൻ എത്ര ദിവസം ഇതൊന്നും അറിയാൻ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നാമനായി നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് രണ്ടാമനായി നിൽക്കുക എന്നുള്ളത്. ഏത് രണ്ടാമനായി നിൽക്കുന്ന ആൾക്കും അകത്തൊരു സീലുണ്ട്, വ്യഗ്രതയുണ്ട്, വാഞ്ചയുണ്ട്. എനിക്കും ആരാകണം, ചാടി അപ്പുറത്ത് കയറണമെന്ന്. ചാടി കയറാൻ നിൽക്കരുത്. ബിബി ചാടി കയറത്തില്ല, എപ്പോഴും പുറകെ നിൽക്കണം. ഒരു ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളോട് അഡ്വൈസ്, അദ്ദേഹത്തിൻ്റെ ഗവേൺസ്, അദ്ദേഹത്തിൻ്റെ കൗൺസില്, അദ്ദേഹത്തിൻ്റെ പ്ലാനിങ്, അദ്ദേഹത്തിൻ്റെ ഹൃദയം കണ്ടിട്ട് വേണം ജനത്തോട് പറയാൻ. അല്ല ഞാനങ്ങനെ പറഞ്ഞു, ഞാനങ്ങനെ ചെയ്തു, ഓ ഞാനങ്ങനെ പ്രവർത്തിച്ചു, ഓ ഞാനങ്ങനെ അറിയാതെ ചെയ്തു, അറിയാതെ പ്രവർത്തിച്ചു, ഇങ്ങനെയുള്ള യാതൊരു കാര്യമില്ല. എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണോ അദ്ദേഹത്തോട് ചോദിച്ചേ വേണം എന്ത് ചെയ്യാന്. അതുകൊണ്ട് അധ്യക്ഷന്മാർ തമ്മിൽ ഞങ്ങളുടെ ചർച്ചയിൽ എപ്പോഴും ഞങ്ങൾക്ക് പ്ലാനിങ് ബോർഡുണ്ട്, ലീഡർഷിപ്പ് ടീം. അവരെപ്പോഴും അങ്ങോട്ട് കാര്യങ്ങൾ എന്താണ് ചെയ്തത് അവരെപ്പോഴും കാര്യങ്ങൾ കൈമാറും. ജനം അറിയത്തില്ല, ഞങ്ങൾ ലീഡർഷിപ്പ് എടുക്കുന്ന കാര്യങ്ങൾ ജനം അറിയത്തില്ല. നിങ്ങൾ തമ്മിൽ നല്ല വേവലെന്ത്, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ചടപ്പാൻ കഴിയത്തില്ല. ഒട്ടും സ്പീഡ് കൂടി മുന്നിൽ പോകരുത്, ഒട്ടും പുറയിൽ നിൽക്കരുത്. നിങ്ങളെ നയിക്കുന്ന തലവൻ, നിങ്ങളുടെ ഹെഡ്ഷിപ്പ്, നിങ്ങളുടെ ലീഡർഷിപ്പ് ആരാണെന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് കണ്ടുപിടിക്കണം, അദ്ദേഹത്തിൻ്റെ മനസ്സ്. അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞില്ലേലും പറയാതെ ചില വാക്കുകൾ വായിലിരിപ്പോട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അവിടെ നമ്മൾ മിടുക്കനായി തരുക. മോശയുടെ പിന്നിൽ യോശുവ ഉണ്ടായിരുന്നു, ഏലിയാവിന്റെ പിന്നിൽ ഏലീശ ഉണ്ടായിരുന്നു, പൗലോസിന്റെ പിന്നിൽ തീമോഥെയോസ് ഉണ്ടായിരുന്നു. അല്ല പൗലോസ് പോയപ്പോൾ ഇനി എനിക്ക് ശേഷം ആരുമില്ല, ആർക്കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞ പൗലോസ് തന്നെ പോലുള്ള 5 പേരെ വളർത്തി. തീമോഥെയോസിനെ വളർത്തി, തീത്തോസിനെ വളർത്തി, എപ്പഫ്രാസിനെ വളർത്തി, ഫിലോമനെ വളർത്തി, തികിക്കോസിനെ വളർത്തി, ഒരു നിരയെ വളർത്തി. സ്തോത്രം. ഇനി ബിബിയെ പോലുള്ള മറ്റുള്ളവരെ ജനിപ്പിക്കണം, കണ്ടെത്തണം. അങ്ങനെയാണ് ശുശ്രൂഷന്മാർ വരുന്നത്. അവിടെ ഞാൻ പറഞ്ഞു ആ ഭാഗം വിടാം. എപ്പോഴും എന്താണ് ഇടയൻ്റെ ഹാർട്ട്, എന്താണ് ഇടയൻ്റെ ഹൃദയം തിരിച്ചറിയുന്നതാണ് ശുശ്രൂഷയുടെ വിജയം. ഒരിക്കലും ശുശ്രൂഷ ഞാൻ മുന്നിലുമല്ല ഒത്തിരി പുറകിലുമല്ല, കൂടെ ഒരേ വേവിലെന്ത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ചെയ്യരുതെന്നോ പറയുന്നില്ല, ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ആ ലീഡർഷിപ്പിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിടത്താണ് നമ്മുടെ വിടുതൽ. എപ്പോഴും നമ്മുടെ ശുശ്രൂഷയ്ക്ക് ലീഡർഷിപ്പിന് ആശീർവാദം ഉണ്ടാവണം. നിങ്ങളുടെ ഒരു ശുശ്രൂഷയ്ക്ക് നിങ്ങളൊരു ഒരു പ്രൊഫസി പറഞ്ഞാൽ, നിങ്ങൾ മെസ്സേജ് പറഞ്ഞാൽ, നിങ്ങളൊരു പ്രബോധനം പറഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ പിതാവ് ഉള്ളിൽ സന്തോഷിക്കണം. ഒരു പിതാവ് തൻ്റെ മകനെ വളർത്തുന്ന പോലാണ് പൗലോസ് തീമോഥെയോസിനെ ശുശ്രൂഷയിലേക്ക് വളർത്തിയത്. അല്ല തീമോഥെയോസ് സ്വയം ചെയ്ത് എൻ്റെ കൈവെപ്പിലാണ് നിനക്ക് ലഭിച്ചത്, ഞാൻ നിന്നോട് പറഞ്ഞത്, എന്നിൽ നിന്ന് പഠിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം ഒരു വാക്കോട് വായിക്കാം വേഗത്തിൽ. 2 തീമോഥെയോസ് ലേഖനം 2 തീമോഥെയോസ് 4:1 മുതൽ 5 വരെ. 2 തീമോഥെയോസ് 4:1 മുതൽ 5 വരെ. Listen, preach the word. പ്രിയ സഹോദരൻ മനസ്സിലാക്കണം, preach the word. അടുത്തത് be ready in every season. അടുത്തത് endure all the hardship. എല്ലാ കഷ്ടതകളെയും എല്ലാം പാഷനായിട്ടായിട്ട് എല്ലാം സ്വീകരിക്കാനുള്ള മനസ്സ്. അടുത്തത് ഞാൻ ആ ഭാഗത്തിൽ പോകുന്നില്ല. നിങ്ങളുടെ മിനിസ്ട്രി ഫുൾഫിൽ യുവർ മിനിസ്ട്രി. ഒരു കാര്യം പറയുമ്പോൾ ശുശ്രൂഷ ദൈവത്തിൻ്റെതാ. ശുശ്രൂഷ നിങ്ങളുടെ കണ്ടുപിടുത്തമല്ല, ശുശ്രൂഷ ദൈവം നിങ്ങളെ പരിമേൽപ്പിക്കുന്നതാ. ശുശ്രൂഷയ്ക്ക് യാതൊരു കുറുക്കു വഴികളുമില്ല, ഒരു ഷോർട്ട് കട്ടുമില്ല. ശുശ്രൂഷ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ശുശ്രൂഷ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. പൗലോസ് പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നു. ലിസൺ, നിങ്ങൾ യേശുവിനെ നോക്കി. ഏറ്റവും വലിയ മാതൃക യേശു, ഏറ്റവും വലിയ അപ്പോസ്തലൻ യേശു, ഏറ്റവും വലിയ ഇടയൻ യേശു, ഏറ്റവും വലിയ സുവിശേഷകൻ യേശു. പറയാ ഞങ്ങളെ നോക്കണ്ട, യേശുവിന് അപ്പോസ്തലനാണ്. എബ്രായർ ലേഖനം 3 പറയുന്നു, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ. അപ്പോസ്തലൻ പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ, പിതാവ് പുത്രനെ അയച്ചു. ഏറ്റവും വലിയ പ്രവാചകൻ യേശു, മോശയേക്കാൾ വലിയ പ്രവാചകൻ. ഏറ്റവും വലിയ സുവിശേഷകൻ യേശു, ഏറ്റവും വലിയ പാസ്റ്റർ യേശു. ആർക്ക് ജീവൻ നൽകാൻ പറ്റും? ആർക്ക് രക്തം നൽകാൻ പറ്റും? ഞങ്ങൾക്ക് വേർപ്പ് നൽകാൻ പറ്റും, ഞങ്ങൾക്ക് പണം നൽകാൻ പറ്റും. പക്ഷെ യേശു ഇടയൻ ജീവൻ നൽകി. ആർക്ക് വേണ്ടി?
ജീവൻ നൽകുന്നതാ ശുശ്രൂഷ. ഞാൻ പറയട്ടെ പ്രിയ സഹോദരനെ സഹോദരി, ആരുടെയും ഒന്നും സ്വീകരിക്കുന്നതല്ല, ആരെയും ഒന്നും എടുക്കുന്നതല്ല, ആരെയും കൊല്ലുന്നതല്ല, ആരെയും പോക്കറ്റ് അടിക്കുന്നതല്ല. നിങ്ങളെ നൽകുന്നതാ ശുശ്രൂഷ. നിങ്ങളുടെ വേർപ്പാ, നിങ്ങളുടെ അധ്വാനമാ, നിങ്ങളുടെ കഠിനപ്രയത്നമാ, നിങ്ങളുടെ രാപ്പല ഉറക്കം മുളയ്ക്കുന്നതാ, നിങ്ങളുടെ ഭാരമാ ശുശ്രൂഷ, നിങ്ങളുടെ വേദനയാ ശുശ്രൂഷ. അതാ പൗലോസ് പറഞ്ഞത്, ഓ ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞുങ്ങളെ. ഇനി കൂടുതൽ പറയണോ? ശുശ്രൂഷ നിങ്ങൾ തികയ്ക്കണം. പ്രിയ സഹോദരനോട് ഒരു കാര്യം പറയാനുള്ളത്, ഏത് ശുശ്രൂഷയുടെ വിജയത്തിന് പിന്നിൽ നിൽക്കുന്നത് കണ്ണുനീര് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും സത്സവം കൊണ്ടും പിന്നിൽ നിൽക്കുന്നത് ഒരു സഹോദരിയാണ്. പ്രിയ നീതുവിൻ്റെ സൗമ്യതയും സാവധാനതയും സമർപ്പണവും ദൈവസ്ഥലുള്ള പ്രയർ ലൈഫുമാണ് ഈ ബിബിയെ ശുശ്രൂഷയുടെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നത്. പെട്ടെന്ന് ഇപ്പോഴത്തെ നമ്മുടെ കോൺടാക്ട് അനുസരിച്ച് സഹോദരിമാർ അതിന് പിന്നിൽ നിന്നുകൊണ്ട് വളരെ സമർപ്പണത്തോടെ കണ്ണുനീരോടെ ആത്മതപനത്തോടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷകനെ മുന്നോട്ട് കൊണ്ടുവിടുവാൻ ഏറ്റവും വലിയ ഊർജ്ജം നൽകേണ്ടത്, കരുത്ത് നൽകേണ്ടത്, ബലം നൽകേണ്ടത് നിങ്ങളുടെ കടമയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പണിയുന്ന ശുശ്രൂഷയിൽ പണിയുന്ന കുടുംബയാഗപീഠങ്ങൾ അനേക കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരും. നിങ്ങളുടെ കണ്ണുനീര് കൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ ഉപവാസം കൊണ്ടും നിങ്ങളുടെ ആത്മതപനം കൊണ്ടും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് മറ്റുള്ളവർക്ക് ഇത് ശുശ്രൂഷ, ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അനേകർക്ക് അനുഗ്രഹമായി തീരും. കർത്താവ് ഇവർ താമസിക്കുന്നെങ്കിൽ നിങ്ങൾ അടുത്ത ശുശ്രൂഷ തലത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടും, നിങ്ങൾ മാനിക്കപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കാം. ശുശ്രൂഷയിൽ മറ്റ് മാനുഷ്യമായ യാതൊരു നിർമ്മിതികളും നിങ്ങളുടെ കരങ്ങളിൽ എടുത്തിടരുത്. കത്താൻ പോകുന്ന ഇവിടെ ആരോ ഏലിയാവിനെ കുറിച്ച് പറഞ്ഞു. ഏലിയാവ് പണിത യാഗപീഠത്തിൽ ഏലിയാവ് ഒന്നും ചെയ്തില്ല, തൻ്റേതൊന്നും ചെയ്തില്ല. ലോകത്തിൽ ആരെങ്കിലും തീ കത്താൻ പോകുന്നിടത്ത് വെള്ളം ഒഴിക്കൂ? വെള്ളം ഒഴിച്ചാൽ ഉള്ള തീയുടെ കെട്ടുപോകും. തീ വരേണ്ടടുത്ത് ഏലിയാവ് എന്ത് ചെയ്തു? ഏലിയാവിന് ഒരു കാര്യം അറിയാം, വെള്ളം കത്താനുള്ള തീ 100 ഡിഗ്രി സെൽഷ്യസ് തീ മതിയാ വെള്ളം കത്താന്. പക്ഷെ ഏലിയാവിന്റെ നിർമ്മലത, ഏലിയാവിന്റെ വിശുദ്ധി, ഏലിയാവിന്റെ കോൺസെക്രേഷൻ ഒരു ശുശ്രൂഷനെ കാണിക്കുന്ന കണ്ടോ? ഏലിയാവ് ദൈവത്തോട് പറയുന്നത്, നിന്റെ കൽപ്പന പ്രകാരം ആ മൊത്തം ചെയ്തേന്ന്. ശുശ്രൂഷ എല്ലാം ദൈവത്തിന് പ്രാപിച്ച് ചെയ്യുന്നതാ. ലിസൺ, ശുശ്രൂഷ എല്ലാം ഒന്ന് പറഞ്ഞേ, ദൈവത്തിൽ നിന്ന്. മോശ പറയുന്നു, പർവ്വതത്തിൽ കാണിച്ച മാതൃപ്രകാരമാ ചെയ്തേന്ന്. അതിൻ്റെ അർത്ഥം എൻ്റെ കയ്യിലിരിപ്പൊന്നുമില്ല, എൻ്റെ കോമഡി ഇല്ല, എൻ്റെ കഥകളില്ല, എൻ്റെതൊന്നും ശുശ്രൂഷയിലില്ല. നിങ്ങളുടെതൊന്നും ശുശ്രൂഷയെ കാണരുത്, അജ്ഞാക്തി കാണരുത്. നിങ്ങൾ കത്തിച്ച തീയാകാവൂ. ഏലിയാവ് തീ കത്തേണ്ട സ്ഥലത്ത് വെള്ളം അടിച്ചു. വെള്ളം കത്തുവാൻ 100 ഡിഗ്രി സെൽഷ്യസ് തീ മതി. പക്ഷേ ഏലിയാവ് വരുത്തിയ തീയിൽ വെള്ളം മാത്രമല്ല കത്തിയത്, കല്ല് പോലും കത്തി. ഒരു കല്ല് കത്തണമെങ്കിൽ എത്ര തീ വേണമെന്ന് അറിയാമോ? അന്ന് പറയുമോ, ഒരു കല്ലിന് തീ പിടിക്കണമെങ്കിൽ 1000 ഡിഗ്രി സെൽഷ്യസ് തീ ഇറങ്ങി. കണ്ണുകൾ അടച്ചോ, എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളെ ദൈവദാസന്മാരെ മുൻപോട്ട് ക്ഷണിക്കുന്നു, നിങ്ങളെ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിലേക്ക് നിയോഗം നൽകുവാൻ. സ്തോത്രം. മറ്റെന്തെങ്കിലും വാക്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ പരസ്യമായി നിങ്ങൾക്ക് വായിക്കാം. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് 1 പത്രോസ് ലേഖനം, കർത്താവിന്റെ ദാസൻ 1 കൊരിന്ത്യർ ലേഖനം വായിക്കാൻ പോകുകയാണ്. തോമസ് പാസ്റ്റർ ദയവായി മുൻപോട്ട് വന്നാട്ടെ. ഞാനൊരു വാക്യം വായിക്കുവാൻ വേണ്ടി പറയുന്നു. 1 പത്രോസ് ലേഖനം 5:2 മുതൽ 4 വരെ വാക്യം ബി ബ്രദർ തന്നെ വായിക്കും. ആ വാക്യോട് വായിച്ചെങ്കിലേ നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. 1 പത്രോസ് 5:2, 3, 4 വാക്യങ്ങൾ പ്രിയ സഹോദരൻ ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. 1 പത്രോസ് 5-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. 1 കൊരിന്ത്യർ 13-ാം അധ്യായം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചന വരമുണ്ടായിട്ട്
സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥമന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ച് കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കിടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ സ്നേഹത്തിൻ്റെ ആ വേർഡ്സ് എല്ലാം അഗാപ്പെ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ലവ് എന്നുള്ള പദമാണ്, ആ ടേമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ തോമസ് പാസ്റ്റർ, ഈ വാത്സല്യ കുടുംബത്തിന് വേണ്ടി ദിവസത്തിൽ ഇപ്പോൾ തനിക്ക് ലഭിച്ച ഒരു ദൈവ നിയോഗം അനുസരിച്ച് ഒരു വചനത്തിൽ ഒരു ആശംസ കൈമാറും. അതിനുശേഷം ജയൻ തോമസ് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിനായിട്ടുള്ള ദൈവനിയോഗം ലഭിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 2-3 കാര്യങ്ങൾ ഓർപ്പിക്കേണ്ടതുണ്ട്, എങ്കിലും ഞാൻ സമയമെടുക്കുന്നില്ല, വേഗത്തിലൊന്ന് പറയാം. ദൈവത്തിന് സ്തോത്രം. നമ്പർ 1, ഏത് ശുശ്രൂഷയ്ക്ക് ദൈവം ആക്കുമ്പോഴും ദൈവത്തോടുള്ള കർത്താവിനോടുള്ള സ്നേഹമാണ് ഏറ്റവും പ്രധാനം. പത്രോസിനോട് ചോദിക്കുന്നു, നീ ഇവയിലധികമായി എന്നെ 3 പ്രാവശ്യം ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. എഫേസോസ് സഭയോട് പറയുന്നു, നിങ്ങളുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. നമ്പർ 1, മിനിസ്ട്രിയേക്കാൾ പ്രധാനമാണ് കർത്താവിനോടുള്ള സ്നേഹം. നമ്പർ 2, ഫാമിലി. മിനിസ്ട്രി ചെയ്യുന്നവൻ്റെ ഫാമിലി. കുടുംബം കളഞ്ഞേച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാൻ കഴിയാത്തവന് സഭയുടെ അധ്യക്ഷൻ എങ്ങനെ ആയിരിക്കുന്നു. സോ യുവർ ഫാമിലി ഈസ് സെക്കൻഡ്ലി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്പർ 3 ഈസ് യുവർ മിനിസ്ട്രി. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തിമോത്തിയോസിനെ ചാർജ് ചെയ്യുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത നല്ല വേലക്കാരനായി നിൽക്കുക. നിങ്ങളുടെ മിനിസ്ട്രി ബേസ്ഡ് അപ്പോൺ ദ വേർഡ് ഓഫ് ഗോഡ്. അത് വളരെ പ്രധാനമാണ്. മറ്റൊരു ഭാഗത്ത് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുക, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ ഇരട്ടി മാനത്തിന് യോഗ്യന്മാരായി എണ്ണുക. എന്താണ് നന്നായി ഭരിക്കുന്നത്? വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുക. അപ്പോൾ ഒരു ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ആൾ, ദൈവത്തിന് സ്തോത്രം, 3 ഭാഗങ്ങളിൽ ഉണ്ടാകണം. 1, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ്. അവിടെ നിന്ന് സകല ശുശ്രൂഷകളുടെയും സോഴ്സ് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ. 2, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ. 3, വയലിലേക്ക് പോകുന്നു. ദൈവത്തിൻ്റെ വേദഭാഗങ്ങളൊക്കെ ദൈവദാസൻ വായിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊന്നും പിന്നീട് പറയുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കേണ്ട, ഒരു അപ്രീസിയേഷനും പ്രതീക്ഷിക്കേണ്ട, അതൊന്നും പ്രതീക്ഷിക്കേണ്ട. ലാസ്റ്റിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലുത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറഞ്ഞ പൗലോസിനെ പോലെ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് അനേകരെ നേടുവാൻ ഇവിടുത്തെ ഈ സഭയുടെ ശുശ്രൂഷകൾക്കെല്ലാം നിങ്ങൾ സഹായികളായിരുന്ന എല്ലാ വിധത്തിലും ദൈവദാസൻ്റെ അതേ മോശയുടെ കൈക്ക് ഒരു അഹരോനും ഹൂരും സപ്പോർട്ട് കൊടുത്ത പോലെ ദൈവദാസൻ്റെ കരങ്ങൾ ഉയർന്നിരിക്കാൻ തക്കവണ്ണം
ആ കരങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ദൈവമാണ് ശുശ്രൂഷ തരുന്നത്, ഞങ്ങളാരുമല്ല. ദൈവം തരുന്ന ശുശ്രൂഷയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ്. ഞാൻ എപ്പോഴും എല്ലാ മിനിസ്ട്രിയും ഇവിടെ ചെയ്യുന്നതിന് മുമ്പ് ഈ 1 കൊരിന്ത്യർ 13 വായിച്ചിട്ട് ഞാൻ ചോദിക്കാറുണ്ട്, ഈ സ്നേഹത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണോ? ഞാനത് നിങ്ങളോട് ചോദിക്കുക, ഈ പറയുന്ന സ്നേഹത്തിൻ്റെ ഡെഫിനിഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ തയ്യാറാണോ? ബിബി തയ്യാറാണോ? തയ്യാറാണ്. എല്ലാം സഹിക്കും, എല്ലാം ക്ഷമിക്കും. അപാരമായ ക്ഷമയുടെ ഡെഫിനിഷനായത് ഹൈ ടോളറൻസ്. അത് കർത്താവാണ് തരേണ്ടത്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ വാഴും. അങ്ങനെയാണ് നമ്മൾ സ്വർഗരാജ്യം പണിയുന്നത്. അല്ലാതെ ഒരു കിങ്ഡവും സ്വർഗത്തിൻ്റെ കിങ്ഡം പണിയാൻ പറ്റത്തില്ല. ഈ സ്നേഹത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് സ്വർഗരാജ്യം പണിയുന്നത്. മറ്റുള്ളവരുടെ ഉള്ളിൽ സ്വർഗരാജ്യത്തെ കൊടുക്കുന്നത് ഈ സ്നേഹത്തിലൂടെ. നിങ്ങളുടെ സ്വയം പൊങ്ങിയാൽ, നിങ്ങൾ റെക്കോർഡ്സ് കീപ്പ് ചെയ്താൽ, മറ്റുള്ളവരുടെ കുറ്റങ്ങളും പിണക്കങ്ങളും നിങ്ങളുടെ ഓർമ്മയിൽ കീപ്പ് ചെയ്താൽ, നിങ്ങൾക്ക് ആർക്കും സ്വർഗരാജ്യം കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങളെ വിളിച്ചിരിക്കുന്ന സ്വർഗരാജ്യം കൊടുക്കാൻ, ഈ സ്നേഹത്തിൽ നിലനിൽക്കാൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. നിങ്ങൾ മുട്ടൽ ഇരിക്കണം. മുട്ടയിൽ നീൽ ഡൗൺ ചെയ്യാമോ? ആ ചെയർ ഒന്ന് മാറ്റാമോ പ്ലീസ്? സംബടി പ്ലീസ്. ഇവിടെ എന്തോ മുട്ട് പോയ സോറി. എന്നാ അവിടെ ഹല്ലേലൂയ. എല്ലാവരും കൈവച്ചോ. പ്രൈസ്. ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇവിടെ മേൽ കർത്താവിൻ്റെ ഒരു നിയോഗം ആമേൻ നമ്മൾ പ്രാർത്ഥിച്ചാക്കുകയാണ്. ഹല്ലേലൂയ. സഭ അവരെ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്ന ഈ നിമിഷം എല്ലാവരും ഇവരുടെ നേരെ കരങ്ങൾ നീട്ടി പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗം കുനിഞ്ഞു നോക്കുന്ന അതുല്യമായ നിമിഷം കർത്താവേ, ഹല്ലേലൂയ. ഈ പ്രിയ മകന്റെ മേൽ ദൈവമേ, അപ്പോസ്തലന്മാർ തങ്ങളുടെ ശിഷ്യന്മാരെ കൈവച്ച് അനുഗ്രഹിച്ചതുപോലെ, ഹല്ലേലൂയ, ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചതുപോലെ ഈ അടിയന്റെ ബലഹീനമായ കരം കർത്താവേ ഈ പ്രിയ മകന്റെ ഹല്ലേലൂയ ശിരസിന്മേൽ വെക്കുന്നു. ഇവന്റെ മേൽ കർത്താവിൻ്റെ അഭിഷേകത്തിന്റെ മാരി പെയ്യണം. ഹല്ലേലൂയ. അടിയനേക്കാൾ ഹല്ലേലൂയ ശക്തമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വരും കാലങ്ങളിൽ ഈ പ്രിയ മകനെ ഉപയോഗിക്കണമേ കർത്താവേ. അഭിഷേകത്തിന്റെ ഹല്ലേലൂയ നദി ഇവനിലൂടെ ഒഴുകണമേ കർത്താവേ. അനേകരെ പിടിച്ചെടുക്കുവാൻ, അനേകരെ ക്രിസ്തുവിന് വേണ്ടി ആനയിക്കുവാൻ, അനേകർക്ക് വെളിച്ചം നൽകുന്ന ഒരു കാവൽ മാടമാക്കി ഇവനെ അങ്ങ് ഉപയോഗിക്കണമേ. ഈ കുടുംബത്തെ അങ്ങ് ഉപയോഗിക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പ്രിയ മകനെ ഞങ്ങൾ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അടുത്ത ലെവലിലേക്ക് ഞങ്ങൾ ഇമ്പാർട്ട് ചെയ്ത് ഹല്ലേലൂയ നിയമിക്കുന്ന കർത്താവേ, ഇവന്റെ മേൽ നിയമനം സ്വർഗത്തിൽ നിന്ന് നൽകിയതിനായി സ്തോത്രം. അങ്ങ് അപ്രൂവ് ചെയ്തതിനായി സ്തോത്രം കർത്താവേ. ഈ കുടുംബത്തെ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇവരുടെ കൂടെ കരം വെച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. കുടുംബത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസന് വേണ്ടി അങ്ങയുടെ വിലപ്പെട്ട ദാസൻ പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അക്കില്ലാവിൻ്റെ ശുശ്രൂഷയിൽ പ്രിസ്കില്ല എങ്ങനെ സഹായമായിരുന്നുവോ അതുപോലെ കർത്താവേ, ഈ നിന്റെ മകൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. ഒരു സ്പെഷ്യൽ അനോയിന്റിങ് നിന്റെ മകളുടെ മേൽ അയക്കണമേ കർത്താവേ. അനേക ഹൃദയങ്ങളെ പണിയുവാൻ നല്ല ഒരു കൗൺസിലറായി, നല്ല ഒരു ആശ്വാസദായകയായി നിന്റെ മകൾ മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ പ്രയോജനമുള്ളവളായി മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, അപ്പോസ്തലനായ പൗലോസ് തന്നോടൊപ്പം ശുശ്രൂഷ ചെയ്ത സഹോദരിമാരുടെ പേര് ആമേൻ സുന്ദുകയുടെയും യുവോദ്യയുടെയും ഒക്കെ പേര് പറയുന്നല്ലോ.
അതുപോലെ മറ്റ് പാല ശുശ്രൂഷക്കാരുത്തി, കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരുത്തി ഫേബയുടെ പേര് പറയുന്നല്ലോ. വേദപുസ്തകത്തിൽ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീരത്നങ്ങളെ പോലെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആമേൻ വർദ്ധിച്ചു വരുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഇതിൻ്റെ മകളെയും അനുഗ്രഹിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളും കർത്താവേ ഒരു അനുഗ്രഹമായി മാറട്ടെ. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാത്ത നല്ല സാക്ഷ്യമുള്ള ഒരു കുടുംബമായി നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കണം. അവർക്ക് വേണ്ട എല്ലാ ജ്ഞാനവും കഴിവും അതുപോലെ തന്നെ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ആമേൻ ശുശ്രൂഷയ്ക്കായി വാതിലുകൾ തുറന്നു കൊടുക്കണമേ. മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ദേവദാസ് നിലയിൽ 1 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായം ഞാൻ വാക്യം വായിച്ച് ഈ ശുശ്രൂഷ കൺക്ലൂഡ് ചെയ്യുന്നു. 4:12 മുതൽ ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാം. മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം, നിനക്ക് ലഭിച്ചതായ നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. ഇതിൽ തന്നെ നീ ഇരുന്നു കൊള്ളുക. നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ഇതിൽ നീ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. 2 തിമോഥെയോസ് 4:5 നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. God bless you. God bless you. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ശുശ്രൂഷ സഹകരിച്ച എല്ലാവർക്കും കർത്താവ് ധാരാളം അനുഗ്രഹങ്ങൾ നൽകട്ടെ. ഓവർ ടു പാസ്റ്റർ ജെയിൻ തോമസ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഫാമിലിയെ നിങ്ങളുടെ സീനിയർ പാസ്റ്റർ തന്നെ ഇപ്പോൾ സഭയ്ക്ക് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. ഈ ശുശ്രൂഷ ഫാമിലിയെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ ബിബിക്ക് ഞാൻ സമയം കൊടുക്കാം. പിന്നെ എബി 2 വാക്ക് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനം. ഹല്ലേലൂയ. ബിബിയെ ഞാൻ കാണുന്നത് എനിക്ക് 2016 അല്ലേ, 2017 2017 വളരെ ആക്സിഡൻറ്റിലായിട്ട് ബാസിലിലേക്ക് വന്ന് പെട്ടുപോയ ഒരു കുടുംബമാണ് ബിബിയുടെ കുടുംബം. ഞാൻ അവരുടെ വീട്ടിൽ ഇവരെ എൻ്റെ ഫ്രണ്ട് ജോമോന് ഇവരുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലാണ് അദ്ദേഹവും താമസിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ കുടുംബത്തെ മലയാളിയാണല്ലോ എന്ന് കണ്ടിട്ട് ഈ സാധനങ്ങളൊക്കെ ഇറക്കുന്നത് കണ്ടിട്ട് ജോമോൻ ചെന്നിട്ട് എന്തോ ഉണ്ട് എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ഓണർ നമ്മുടെ കടയിലെ സിബി ആയിരുന്നു, ഇവർ താമസിക്കുന്ന വീടിൻ്റെ ഓണർ. സിബി പറഞ്ഞു, ഓ നിങ്ങളുടെ ആൾക്കാരാ, പിടിച്ചോളാൻ പറഞ്ഞു. ബിബിയിലെ പെട്ടുപോയ അവസ്ഥയിലായിപ്പോയി. എങ്ങനെങ്കിലും ഇംഗ്ലീഷ് ചർച്ചിലൊക്കെ പോയി ഈ മലയാളികൾക്കാർക്കും പിടികൊടുക്കാതെ അതൊക്കെ അവർ നേരത്തെ പ്ലാൻ ചെയ്താണ് വന്നത്. ഞങ്ങൾ വൈകിട്ടത്തെ തേഴ്സ്ഡേയിൽ ഒരു പ്രെയർ ഉണ്ട്, തേഴ്സ്ഡേ ആണ് മൺഡേയിലെ പ്രെയറിന് വിളിക്കാനായിട്ട് ഞങ്ങൾ ചെല്ലുക. അന്ന് രാവിലെ നീതും മമ്മി ഉണ്ടെന്ന് തോന്നുന്നു, അല്ലയോ? മമ്മി കുഞ്ഞുങ്ങളേ ഉള്ളൂ, ബിബി ഡ്യൂട്ടിക്ക് പോയിരിക്കുക. ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നു. നീതു ബിബി വിളിച്ചപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു, നമ്മുടെ പരിപാടിയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, ഈ ചർച്ചയിൽ പോകേണ്ടി വരും എന്നുള്ള സ്ഥിതിയായി. ബിബി എനിക്കൊന്ന് പിന്നെ പിറ്റേന്നാണോ ഏതോ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പിടിതരാതിരിക്കാനോ നോക്കി. ഞാൻ ബിബിയെ കണ്ടപ്പോഴേ ചോദിച്ചു, ബിബിയുടെ മേളിലൊരു കോളിംഗ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എനിക്കെന്തോ അങ്ങനെ തോന്നുക പറയാൻ. ഈ പറഞ്ഞു, ഓ ഇല്ല അങ്ങനൊന്നും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹം ഒരു പാസ്റ്ററിൻ്റെ മോനാണ്
എന്നൊക്കെ ഞാൻ അറിയുന്നത്. പിന്നെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 1-2 വർഷം കഴിഞ്ഞപ്പോൾ, പലവിധമായ സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പോയി. ഞാനെപ്പോഴും യേശുവിനെ എനിക്കതിന് മാതൃക. അതുകൊണ്ട് എത്ര പേര് എങ്ങനെ പോയാലും ഐ ഡോണ്ട് മൈൻഡ്, ബിക്കോസ് മൈ റോൾ മോഡൽ ഈസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ഞാൻ ബിബിയോട് ആ സമയത്ത് പറഞ്ഞു, ബിബിക്കും വേണേൽ പോകാം. ബിബി പറഞ്ഞു പോകുന്നില്ലെന്ന് പറഞ്ഞു. ബിബി അന്ന് നീതുവിൻ്റെ ഒരു വിസ സംബന്ധമായിട്ട് നാട്ടിലായിരിക്കുമ്പോഴാണ് ഇവിടെ ഒത്തിരി പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ശത്രുവായന് ഈ ദേശത്തൊരു സഭ സൃഷ്ടിക്കില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന അനുഭവങ്ങൾ. അങ്ങനെയുള്ള സമയത്താണ് ഇവരുടെ ആഗമനവും ഇവരുടെ മാനസികമായ സപ്പോർട്ട് ഒത്തിരി അനുഗ്രഹമായിരുന്നു, സന്തോഷമായിരുന്നു. കുറേ നാൾ ഞങ്ങളിങ്ങനെ 2-3 പേരൊക്കെ ഉള്ളു. അന്ന് ഉള്ള ഒരാളാണ് സെൽവി ആണെങ്കിൽ വിശ്വാസത്തിലേക്ക് നടക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഒത്തിരി ആർഗ്യുമെൻറ്റും പ്രതിസന്ധികളും ഒക്കെ കണ്ട് ഞാൻ വിചാരിച്ച് സെൽവി എങ്ങനെയാണ് സ്നാനപ്പെടാൻ തീരുമാനിച്ചതെന്ന് പോലും എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. എന്നോട് പറയുക ഒരു ദിവസം സ്നാനപ്പെടണം. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കും. ആർഗ്യുമെൻ്റുള്ള ഒരു സഭയ്ക്കകത്തിൽ ഒരാൾ പറയും എനിക്ക് സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു സെൽവി, ഞാനിവിടെ എൻ്റെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനാണ് എൻ്റെ ഉദ്ദേശം. അന്നേരം പറഞ്ഞ് പാസിൻ്റെ കൂടെ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ എങ്ങനെയാണ് സഭ പിന്നെ തുടങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ് ഈ ചർച്ച. അന്ന് ഇവർ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എനിക്കൊന്നു പിന്നെയും 1 വർഷമൊക്കെ കഴിഞ്ഞപ്പം ബിബി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററെ ഞാനൊരു കാര്യം പറയാം, ഞാൻ സ്കോട്ട്ലൻഡിലായിരുന്നപ്പം, അല്ലേ സ്കോട്ട്ലൻഡിലല്ലേ നിങ്ങൾ, ന്യൂക്കാസിലായിരിക്കുമ്പം അവരൊരു ഇംഗ്ലീഷ് ചർച്ചിലാണ് പോകുന്നത്. ഇദ്ദേഹം ആത്മനിറവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഇംഗ്ലീഷ് പാസ്റ്റർ പറഞ്ഞു, നിൻ്റെ അപ്പൻ്റെ ജോലി നീ ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് ഇദ്ദേഹത്തിൻ്റെ വിളി ഒന്നുകൂടെ ഉറപ്പിക്കപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഇവിടെ വന്നു. കർത്താവിൻ്റെ പാതയിലൂടെ തന്നെ നടത്താൻ കർത്താവ് ആരംഭിച്ചു. ഈ സമയം വരെ വളരെ വിശ്വസ്തനായി ദൈവസഭയ്ക്ക് ഞാനീ എന്താ പറയുന്നത്, എനിക്കൊത്തിരി ഇമോഷണലായിപ്പോയി. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. 1 Corinthians 13 അധ്യായം അതിൻ്റെയൊക്കെ സ്നേഹത്തിൻ്റെ ആഴമൊക്കെ ബിബിയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീതുവിന് ചെറിയ ചെറിയ കുറവുകൾ വരുമ്പോഴും ബിബി അത് പരിഹരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഉണ്ടോ? ഹല്ലേലൂയ. എൻ്റെ വീട്ടിലെ ഇച്ചിരി സോഡിയം കുറയുന്ന സൂസനാണ് ചിലപ്പോഴൊക്കെ. ഞാൻ വെറുതെ പറയുന്നത് കേട്ടോ. ഇപ്പം അങ്ങനെയുള്ള കുറവൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ സ്ട്രോങ് ആണ്. സൂസൻ എൻ്റെ കൂടെ വരുമ്പോൾ ഒത്തിരി ടെമ്പേർഡാണ്. അവൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കംപ്ലീറ്റ്ലി അച്ചാച്ചൻ്റെ കൂടെ വന്ന് മാറിപ്പോയെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ക്ഷമ നമ്മൾ ശീലിക്കണം. ആമേൻ, ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ വിശുദ്ധന്മാരായ ഭർത്താക്കന്മാർ മുഖാന്തരം നിങ്ങളുടെ ഭാര്യമാരും വിശുദ്ധീകരിക്കപ്പെടും. അതുപോലെ തിരിച്ചും നിങ്ങളുടെ വിശുദ്ധമതികളായ ഭാര്യമാർ മുഖാന്തരം ആമേൻ ഭർത്താക്കന്മാരും വിശുദ്ധീകരിക്കപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. ഈ പ്രിയ കുടുംബത്തെ ധാരാളമായിട്ട് കൃപയിൽ നിലനിർത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എബി കൂടെ മുമ്പോട്ട് വരും. അതിന് ശേഷം ബിബി, നിങ്ങൾ 2 പേർക്കും സംസാരിക്കാം. മോക്കോ സംസാരിക്കണോ? വേറൊരു കാര്യം കൂടെ പറയാം. ഇതൊക്കെ ഞാൻ മറന്നു പോകും. അനന്തർ, പ്രൈസ് ദി ലോർഡ്. അയ്യോ, ബാ ബാ ബാ.
സത്യം പറഞ്ഞ ഇതൊക്കെ ഞാൻ മറന്നു പോകാറുണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള അതിനെക്കുറിച്ച് എനിക്ക് എന്നാലും ഉണ്ടല്ലോ, നിങ്ങളൊക്കെ സ്നേഹമുള്ളവരായോണ്ടാ ഇതൊക്കെ ഓർത്ത് ഇതൊക്കെ ചെയ്യുന്നത്. ഐ അപ്രീഷിയേറ്റ് യു. ഇതിനെയാണ് സഭയെന്ന് പറയുന്നത് കേട്ടോ. ഈ കുറവുള്ളിടത്ത് പരിഹരിക്കുക അല്ലേ? നമ്മളങ്ങനെ പരിഹരിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിച്ച് കളയണം, വിട്ട് കളയണം. അതിനെയാണ് ചർച്ചിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതിനെയാണ് സ്നേഹത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. സ്നേഹത്തിലെല്ലാം പൊറുക്കണം, എല്ലാം ക്ഷമിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതെല്ലാം മെസ്സേജാണ്, ഇതെല്ലാം മെസ്സേജാണ്. നിങ്ങളുടെ ഉള്ളിൽ വർക്കൗട്ട് ചെയ്യേണ്ട മെസ്സേജുകൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നബി പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ക്രൈസ്റ്റ് ഫെയർ ഫാമിലിയോടൊപ്പം ഈ ഗ്ലോറിയസ് മൊമെന്റിൽ ഞങ്ങളോടൊപ്പം ചേരുന്ന എല്ലാവരോടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന ജോബി പാസ്റ്റർ, തോമസ് കുട്ടി പാസ്റ്റർ, ഞങ്ങളുടെ സഭയെ ദൈവിക നിയോഗത്തോടെ നയിക്കുന്ന ദേവദാസൻ പാസ്റ്റർ ജെയിൻ തോമസ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, എല്ലാവരോടും ഉള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് പ്രാരംഭമായി പിയ കുഞ്ഞ് നാറ്റലിയെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ ദൈവം സഹായിച്ചല്ലോ. ആ കുഞ്ഞിനെ വളർത്തേണ്ടത് പോലെ ദൈവഭക്തി വളർത്തുവാൻ ആ മാതാവിനും പിതാവിനും ദൈവം കൃപ കൊടുക്കട്ടെ എന്ന് ക്രൈസ്റ്റ് ഫെയ്ത്ത് ചർച്ചിൻ്റെ നാമത്തിൽ ഞാൻ ആശംസകൾ അറിയിക്കുന്നു. പിന്നെ കാലാകാലങ്ങളിൽ ദൈവം ക്രിസ്തുവിൽ മറഞ്ഞു കടന്ന ചില വെളിപ്പാടുകൾ അത് വെളിപ്പെടുത്തി കൊടുക്കും. അതുപോലെ കാലഘട്ടത്തിൽ ദൈവദാസനിൽ കൂടെ വെളിപ്പെട്ടു വന്ന ഒന്നാണ് ക്രൈസ്റ്റ് ഫെയ്ത്ത് ചർച്ച്. കാലഘട്ടത്തിന് വേണ്ടി ദൈവിക നിയോഗപ്രകാരം ഒരുക്കിയെടുത്തതാണ് ചർച്ച്. ഈ ചർച്ചിൽ ഭൂരിപക്ഷം പേരും വന്നു ചേർന്നവരാ, ദൈവം കൊണ്ടുവന്നവരാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്, മാതാപിതാക്കളാണ്, കുഞ്ഞുങ്ങളാണ്. ആ സ്നേഹത്തിൽ ദൈവദാസൻ സഭയെ വളർത്തിയെടുക്കുന്നു. പ്രിയ ബിബി ചായൻ, പാസ്റ്റർ ബിബി, ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ അങ്ങനെ ഞാൻ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഈ സഭയിൽ ദൈവദാസൻ പറഞ്ഞ പോലെ തന്നെ പൗലോസിന് തിമത്തിയോസ് എത്ര വേണ്ടപ്പെട്ടവനാണോ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒത്തിരി പറയേണ്ട കാര്യമില്ല, ഒരു ഓപ്പൺ ബുക്കാണ് ബിബി ചായൻ. വളരെയധികം സന്തോഷത്തോടുകൂടെ വലിയ ഇവൻ്റ് ആണെങ്കിലും കൊച്ചു ഇവൻ്റ് ആണെങ്കിലും പ്രായറാണെങ്കിലും എല്ലാ കാര്യവും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്യാനും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാനും ഒക്കെ ഒരു പ്രത്യേക അഡ്മിനിസ്ട്രേഷൻ പവറുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ കണ്ട് ഞങ്ങളൊക്കെ ഞെട്ടിയിട്ടുണ്ട്. താൻ വിളിച്ചു പറയുന്ന ഓരോ പ്രൊഫസികൾ അടുത്ത ആഴ്ചകളിൽ സാക്ഷ്യങ്ങളായിട്ടൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ സഭ ഇപ്പം ഓർഡിനേറ്റ് ചെയ്തത് ഈ ഒരു സഭയുടെ ദൈവദാസനെ മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ ഒരു പ്രവാചകനെയാണ്, ഈ വേൾഡിൻ്റെ ഒരു പ്രവാചകനെയാണ്. ഒരു രാജ്യത്തൊന്നും ഒതുങ്ങുന്ന ഒരു മനുഷ്യനായിട്ടൊന്നും അല്ല ഞങ്ങൾ കാണുന്നത്. ഈ രാജ്യങ്ങൾക്കൊരു അപ്പോസ്തലനായി, രാജ്യങ്ങളുടെ പ്രവാചകനായി ക്രൈസ്റ്റ് ഫെയ്യുടെ നാമത്തിലുള്ള ആശംസകൾ ദൈവദാസനെ ഞങ്ങൾ അറിയിക്കുന്നു. ദൈവദാസൻ ഞങ്ങൾക്കൊരു അസറ്റ് തന്നെയാണ്. ദൈവദാസൻ കുഞ്ഞു ഉച്ചങ്ങൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ട നിർവ്യാജ സ്നേഹമില്ലാത്ത എൻ്റെ സഹോദരനോടുള്ള പ്രത്യേകമായ ആശംസകൾ ക്രൈസ്റ്റ് ഫെയ്ത്ത് ചർച്ചിൻ്റെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. ദൈവം സഹായിക്കട്ടെ. പറയാൻ ഞാൻ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. നീതുവിനെ കുറിച്ച്, നീതു ഞാനെല്ലാം ബിബിയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നീതു ഒരു ജെം ഓഫ് എ ക്യാരക്ടർ. എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഭയങ്കര നല്ല കോർഡിനേഷൻ. അതും പറഞ്ഞാൽ ഞാൻ ഒത്തിരി ഇമോഷണലായി പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചർച്ചിന് നല്ലൊരു എന്തോ ബിഹൈൻഡ് ദ കർട്ടൺ എന്ന് പറയുന്ന പോലെ പുറമെ നിന്ന് നല്ലതായിട്ടെല്ലാം കോർഡിനേറ്റ് ചെയ്യും. ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിലും നിതുവിൻ്റെ നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ ഞാൻ കണ്ടു. നമ്മുടെ ചർച്ചിൽ 21 days ഫാസ്റ്റിംഗ്, ദേവദാസന്മാർക്ക് ഫുഡ് കൊടുക്കണം. ഞാൻ നിങ്ങളോട് പറയാം, മാത്യു ചാപ്റ്റർ 10 verse 42 ആണെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? മാത്യു ചാപ്റ്റർ 10 verse 42.
ഉറക്കെന്ന് വായിക്കോ. അവിടെ വായിക്കൂ. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയ വിരലൊരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലമില്ലാതെ പോകയില്ല. ഇംഗ്ലീഷിലൊന്ന് വായിച്ചേ. സമൺ ഇതൊന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ? 1 സെക്കൻഡ് മോളെ. വരുന്നുണ്ടോ? അല്ലേ വേണ്ട, ഇംഗ്ലീഷ് വായിച്ചോ. I say to you, he shall by no means lose his reward. Praise the Lord. മാർക്ക് 9:42 കൂടെ വായിക്കാം. ഇതാണ് 41. For truly I say to you, whoever gives you a cup of water to drink because you belong to Christ will by no means lose his reward. ഒരു കപ്പ് വെള്ളം ദൈവനാമത്തിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദാസന്മാർക്ക് നിങ്ങൾ കൊടുക്കുന്നതിനെല്ലാം പ്രതിഫലമുണ്ട്. ഞാനിവിടെ ഇത് പറയാൻ കാര്യം, 21 days ഫാസ്റ്റിങ്ങിൽ നിങ്ങൾ കൊടുക്കാൻ പലർക്കും സാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, കൊടുക്കാത്തവരെ നമുക്ക് അവർക്കും ഈ പ്രതിഫലം വീതിച്ചു കൊടുക്കാൻ ഞങ്ങൾ പറയുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മുഴുവനും ബ്ലെസ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ് ഈ 21 days ഫാസ്റ്റിംഗ് നടത്തിയത്. ഈ 21 days ഫാസ്റ്റിങ്ങിലും എന്തൊരു കോർഡിനേഷനായിരുന്നു. ഉച്ചക്കലത്തെ ഫുഡ്, വൈകിട്ടത്തെ ഫുഡ് ഈ ദേവദാസന്മാർക്കല്ല കൊടുക്കാൻ. കർത്താവ് ഈ പ്രിയമകളെ അത് കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾ ഓരോരുത്തരും അതിനകത്തിൽ പങ്കാളികളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളം. പ്രൈസ് ദി ലോർഡ്. അത് ആ സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് കേട്ടോ. ആ ദൈവ സ്നേഹം, ഡിവൈൻ ലവ് നിങ്ങളിലെല്ലാം ഇമ്പാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. നീതുവിനെ കർത്താവ് ധാരാളമായിട്ട് ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. റിവാർഡ് കർത്താവ് നൽകട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. താങ്ക് യു ചർച്ച്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിച്ചത്, വർഷങ്ങൾക്ക് മുൻപ് മനസ്സില്ലാ മനസ്സോടെ ഈ ഹോളിലേക്ക് കയറി വരുമ്പം അന്ന് ആൾക്കാരുണ്ട് ഇവിടെ. അന്ന് വർഷിപ്പ് നടക്കുമ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് വരുന്ന സമയത്ത് പാസ്റ്റർ എൻ്റെ കൈ തന്നിട്ട് ചിരിച്ചിട്ടുണ്ട്. വിളിയുള്ള ആളല്ലേ, ഇങ്ങനെ പാസ്റ്റർ പറഞ്ഞു, വിളിയുള്ള ആളല്ലേ. ഞാനത് ഷോക്കായി. ഞാൻ അവിടെ പോയിരുന്നു, ആ പുറകിൽ ആ ഭാഗത്ത് ഇരുന്നേ. ഇതേപോലെ തന്നെയാണ് ഞാൻ ന്യൂ കാസിൽ വെച്ച് ഞാൻ ആ ചർച്ചിലോട്ട് കയറി ചെല്ലുമ്പോൾ വളരെ ഹൈറ്റുള്ളൊരു പാസ്റ്റർ, ഇംഗ്ലീഷ് പാസ്റ്റർ, അത് എൻ്റെ കൈ തന്നിട്ട് പരിചയപ്പെട്ടു. ഓ ബിബി, ഓക്കെ ബിബി, വിൽ യു ഫോളോ യുവർ ഹെറിറ്റേജ് എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം പാരമ്പര്യത്തെ പിന്തുടരാൻ, അതെന്തോ പറയുന്നു വിചാരിച്ച് മനസ്സിലായില്ല. ഞാൻ ചിരിച്ചു വിട്ടു. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അവിടെ ആ ഹോളിൽ വർഷിപ്പ് നടക്കുമ്പോൾ കൈ കെട്ടി ഇങ്ങനെ കർത്താവിൻ്റെ വാക്കുകളെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പോലും അറിയാതെ പരിശുദ്ധാത്മ എൻ്റെ മേൽ വന്നു. ഞാൻ വളരെ ഷൈ ആണ്, ഞാൻ അധികം മിണ്ടത്തില്ല. ഇംഗ്ലീഷ് ചർച്ചിൽ പോകുന്നതിൻ്റെ കാര്യം തന്നെ അധികം ആരോടും മിണ്ടേണ്ട കാര്യമില്ല. ചർച്ചിൽ പോവുക, നേരെ വീട്ടിൽ പോവുക, ചർച്ചിൽ പോവുക, നേരെ വീട്ടിൽ. ഇതാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ അവിടെ ചെന്ന് എനിക്ക് പോലും കഴിയാതെ ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചു. എൻ്റെ ഇപ്പറെ 2 മാറിയിരുന്ന ഒരു ബ്ലാക്ക് ബിലീവർ, അദ്ദേഹം ഞാൻ പറയുന്ന അന്യഭാഷ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി. അത് എനിക്കും കേൾക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം, നിന്നെ സുവിശേഷികയിലേക്ക് വിളിച്ചിട്ടിരുന്ന ആരാ നിന്നോട് പറഞ്ഞതെന്ന് അവൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്ന അന്യഭാഷ തർജ്ജമ ചെയ്യുക. എനിക്കറിയാം സംഭവിക്കുന്നത്. എല്ലാം നിർത്തുന്ന സമയത്ത് അവിടെ വേറൊരു ആൻറ്റി ഇംഗ്ലീഷിൽ പ്രൊഫസർ ചെയ്യുന്നു. എല്ലാം ഭയങ്കര സംഭവം. അതിനുശേഷം വീണ്ടും പാസ്റ്റർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ബിബി ഇനി ഞാൻ പറയണ്ടല്ലോ, നിൻ്റെ വായിൽ കൂടെ തന്നെ വന്നു, ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നും ചിരിച്ചു. എനിക്കറിയാം എന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെന്ന്.
ഈ നെഹമ്യയുടെ പ്രായത്തിൽ ഞാൻ ചർച്ചിൽ പോയിരിക്കുമ്പം അവിടെ വരുന്ന ആദ്യത്തെ പ്രവാചകൻ തലേ കൈവയ്ക്കുന്ന എൻ്റെയാണ്. നിന്നെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടെന്ന് പറയും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേൾക്കാൻ. ആദ്യം വന്ന് പ്രവാചകൻ തലേ കൈവയ്ക്കുന്ന ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ ടീനേജായി എൻ്റെ പേരൻസ് എൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയപ്പം, കാരണം അവരെൻ്റെ കൂടെ അല്ലായിരുന്നു, അവർ വടക്കേന്ത്യയിലായിരുന്നു, പ്രൈസിക്കറിയാം. താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ സുവിശേഷ വേലയുടെ അതിൻ്റെ കഠിനത്തെ ഞാൻ മനസ്സിലാക്കിയത്. പുലർച്ചെ 2 മണിക്കൊക്കെ എഴുന്നേറ്റ് പോകണം, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് സുഖമായിട്ട് ഉറങ്ങണം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ എന്നെ വിളിയുണ്ടെങ്കിൽ എന്നെ ജോലിയോടുകൂടെ വിളിക്കാവുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത പ്രാവശ്യം തലയിൽ കൈവയ്ക്കുന്ന പ്രവാചകൻ പറയും, നീ ജോലിയോടുകൂടെ ദൈവത്തിൻ്റെ വേല ചെയ്യും. അപ്പം എനിക്ക് സന്തോഷം, കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു, കർത്താവേ താങ്ക് യു. കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് സുവിശേഷ വേല ചെയ്യണമെന്നില്ല. കാരണം എനിക്ക് ബൈബിളിനകത്ത് എൻ്റെ യുക്തി സമ്മതിക്കുന്നില്ല പല ചോദ്യങ്ങളും. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് യേശുവിനോട് ഭയങ്കര സ്നേഹമാണ്. ഞാനൊരു സംഭവം പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ എൻ്റെ ഷൂ തേഞ്ഞു പോയി, നിലത്ത് കാല് മുട്ടി തേഞ്ഞു പോയെന്ന് പറഞ്ഞു. പപ്പ ഉടനെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോഴും ഞാൻ ആ ഷൂ ഇട്ടുകൊണ്ട് പോകണം. പക്ഷെ പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ പേര് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്കൊരു ബുക്ക് കിട്ടി, പോൾ യോങ്കിച്ച് എഴുതിയ 4th Dimension. അത് വായിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ വിശ്വാസത്തെ എഴുതുന്ന കണ്ടു. അതേപോലെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഇന്ന ഷൂ വേണം, ഇന്ന ഡിസൈനുള്ള ഷൂ ഞാൻ മനസ്സിൽ കണ്ടു. ഞാൻ പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം പപ്പ എന്നെ വിളിച്ചുകൊണ്ട് കഞ്ഞിക്കുഴിയിൽ ഒരു എബനേസർ എന്ന് പറയുന്നൊരു കടയിലേക്ക് പോയി, ചെറുപ്പത്തില്ലേ. അവിടെ ചെന്നിട്ട് ഇവന് ഷൂ വേണമെന്ന് പറഞ്ഞു. ഞാൻ ആ കടക്കാരൻ നോക്കി, പുള്ളി ഒരു ഷൂ എടുത്ത് എൻ്റെ മുന്നിലോട്ട് വെച്ചു. ഞാൻ നോക്കുമ്പോൾ ഞാൻ സ്വപ്നം കണ്ട അതേ ഷൂ. ഞാൻ തിരിച്ചു നോക്കി, അടിഭാഗം ഞാൻ നോക്കിയപ്പോൾ അത് തന്നെ ഷൂ. നല്ല വിലയുണ്ട്. ഞാൻ പറഞ്ഞു, വിലയാണോ ഇനിയിപ്പോൾ കിട്ടത്തുമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ നോട്ടം കണ്ടപ്പോൾ, അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടു. എന്നാൽ എടുത്തോ. അപ്പം ഞാൻ ആ സ്കൂട്ടറിൻ്റെ പുറകെ ഇരുന്ന് പറഞ്ഞു, എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എൻ്റെ പപ്പയോട് സംസാരിച്ചെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. അന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ കർത്താവ് എന്നോട് ഇടപെടുമെന്ന്. അതിൻ്റെ ഒരു സംഭവമാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച എല്ലാത്തിനും എനിക്ക് ഉത്തരം ദൈവം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തരവാണ് ഈ നീതു പോലും. ഹല്ലേലൂയ. ഒരിക്കലും ഒരു പ്രവാചകൻ പറഞ്ഞു, എനിക്ക് ഗിഫ്റ്റായിട്ട് നൽകിയ നീതു. ഷീസ് എ ഗിഫ്റ്റ്. ഞാൻ ഇത്ര വളരെ ഷൈ ആയിട്ടുള്ള വ്യക്തിയാണ്, പക്ഷേ എന്നെ ഈ മുന്നിൽ കൊണ്ടുവരുന്നതിന് ഏറ്റവും പ്രധാന പങ്ക് എൻ്റെ ഭാര്യയ്ക്കാണ്. ഭയങ്കര ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ് പുള്ളിക്കാരി. ഞാനാണ് വളരെ മീക്കുവാ. എനിക്കാണെങ്കിൽ അങ്ങനെ ഇതറിയത്തില്ല, പക്ഷേ നീതുവിൻ്റെ ഒരു വാക്ക് എന്നെ ജീവൻ വെപ്പിക്കും. അതാണ് എൻ്റെ ഗിഫ്റ്റ്. ദൈവം എനിക്ക് നൽകിയതാണ് നീതുവിനെ. ഞാൻ എപ്പോഴും ഓർക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നെ മോട്ടിവേറ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയൊരു തുണയാണ്. ഞാൻ ദൈവത്തിന് ഇഷ്ടമില്ലാതെ, ദൈവവേല ചെയ്യാൻ ഇഷ്ടമില്ലാതെ ഞാൻ പോയി. ഇവിടെ വന്നപ്പോഴും എനിക്കിഷ്ടമല്ല. നിങ്ങൾക്കറിയാമോ, ഞാൻ ലണ്ടനിൽ വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ വീസയ്ക്ക് പ്രശ്നം വന്നു. ഞാൻ വളരെ മൈനസിലേക്ക് പോയി. ഫുഡ് കഴിക്കാൻ പോലും ഇല്ലാത്ത രീതിയിൽ എൻ്റെ ബാങ്ക് ബാലൻസായി. പക്ഷേ പാസ്റ്ററും ആൻറ്റിയും അവരിത് മനസ്സിലാക്കും. അവരെന്നെ സഹായിച്ചു. ഞങ്ങൾ വന്നത്, എനിക്ക് ട്രാൻസ്ഫർ കിട്ടി വന്ന ഉദ്യോഗ കയറ്റത്തിൽ ഞാൻ വന്നത് ഇവിടെ ഈ ലണ്ടനിൽ പട്ടണത്തിൽ. എൻ്റെ മുതലാളി കഴിഞ്ഞ 2ാമത്തെ പൊസിഷൻ എനിക്കാണ്. പക്ഷേ എൻ്റെ വീസ പോയി. ദൈവം തൊട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ആ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യുമ്പം ഒരു സ്ട്രേഞ്ചറായിട്ടുള്ളൊരു കസ്റ്റമർ അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞു, ആ നിൽക്കുന്ന പുള്ളിയെ വിളിക്കാൻ വെയിറ്ററോട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അദ്ദേഹം ഫുഡിനെക്കുറിച്ച് കുറ്റം പറയാനാണെന്ന് വിചാരിച്ചു. ഞാൻ അടുത്ത് ചെന്നപ്പോൾ പുള്ളി എന്നോട് പ്രൊഫറ്റിക്കലായിട്ട് സംസാരിക്കുമായിരുന്നു. എന്നെക്കുറിച്ചുള്ള ഫ്യൂച്ചർ പുള്ളി പറയുക. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പ്ലാനുകൾ ഇതാ. അന്ന് എനിക്ക് മനസ്സിലായി, ഇനി എനിക്ക് പറ്റത്തില്ല.
ഒരിക്കൽ ഞാൻ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ വെസ്റ്റ് ഹാം സ്റ്റേഷനിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ഒരു മനുഷ്യനെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, ലിസൺ ടു ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കി, ഒരു കറുത്ത പൊക്കമുള്ള മനുഷ്യനെ തിരിഞ്ഞു നോക്കി, പുള്ളി സ്പീഡിൽ സ്റ്റെപ്പ് കയറി. എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ പുള്ളി സ്പീഡിൽ കയറിപ്പോയി. ഞാൻ അന്ന് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ ഞാനത് അവഗണിക്കുക, സ്വപ്നമല്ലെന്ന് ഓർത്തു. അന്ന് മുതൽ ഞാൻ സ്വപ്നത്തെ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന, എന്നിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന മിനിസ്ട്രീസാണ് കാണുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത്, പിന്നെ എനിക്ക് മനസ്സിലായി കീഴ്പ്പെടുന്നതാണ് നല്ലത്. ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് പിന്താങ്ങ തന്നത് ജെയിൻ പാസ്റ്റർ ആൻറ്റിവാ. ഞാൻ പലപ്പോഴും നോ പറയുമ്പോഴും വീണ്ടും പാസ്റ്റർ എന്നെ ഓർപ്പിക്കും. പക്ഷെ എനിക്കറിയാം, എൻ്റെ മാതാപിതാക്കൾ ഏറ്റവും സന്തോഷിക്കുന്ന ദിവസമായതാണ്. എൻ്റെ പപ്പ ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്. പപ്പ +2 എന്നെ ബെഥനി അക്കാഡമി കൊണ്ടുവിട്ടു. കാരണം എന്നെ +2 പഠിക്കുന്നതിന് കൂടെ അവൻ ബൈബിളും കൂടെ പഠിച്ചോട്ടെ എന്നോർത്ത്. എൻ്റെ ഈ യുക്തിയൊക്കെ പപ്പയ്ക്ക് മനസ്സിലാണ്. പക്ഷെ ഞാൻ അവിടുന്ന് ചാടിയ വ്യക്തിയാണ്. +2 കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ ചാടി. ഞാൻ CMSC പോയി. എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യണം, എനിക്ക് പറ്റില്ല. പക്ഷെ ദൈവം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അതാ സന്തോഷം. പക്ഷെ ഞാൻ സമർപ്പിച്ചപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ സമാധാനം നിറഞ്ഞു. എനിക്കില്ലാത്ത സമാധാനം വന്നത് ഞാൻ ദൈവത്തിൽ സമർപ്പിച്ചപ്പോഴാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം വന്നതും ദൈവത്തിൽ സമർപ്പിച്ചതാണ്. ഞാൻ യുക്തി കൊണ്ട് ഒത്തിരി ചിന്തിച്ച് ഫൈറ്റ് ചെയ്ത് പരാജയപ്പെട്ട വ്യക്തിയാണ്. എനിക്ക് മനസ്സിലായി ആ ദൈവ സ്നേഹമാണ്. ഞാനിവിടെ നിൽക്കുമെന്ന് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഇന്നേ വരെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നെ ഫോഴ്സ്ഡായിട്ട് ഞാൻ ഇതിലേക്ക് വന്നതാണ്. ഞാൻ ഈ പാട്ട് ലീഡ് ചെയ്യാൻ പോലും എനിക്കറിയില്ല. ആ സമയത്ത് പാട്ട് ലീഡ് ചെയ്യാൻ ആളില്ല. നീതു വന്ന് പാടുന്നത്. നീതു പറഞ്ഞ, അച്ഛാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനെങ്കിലും വന്നിരിക്കുമോ? അങ്ങനെയാണ് ഞാനത് ഇന്ന് ലിജുബ്ര ചെയ്യുന്ന പോലെ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ നീതു പറഞ്ഞു, ഒന്ന് പാടിത്തരാവോ? ഞാൻ എന്നാൽ ശരി, പാടാം. ഞാൻ അവിടെ നിന്ന് പാടുന്ന സമയത്ത് എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി. ഞാനിപ്പോഴും ഓർക്കുന്നു, എനിക്ക് നിൽക്കാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ ടേബിൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുമായിരുന്നു. കാരണം താഴെ പോകുന്നു പേടിച്ചിട്ട്. അതേപോലെ ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ഞാൻ കീഴ്പ്പെടാൻ തുടങ്ങി. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യം. ഞാൻ ഇന്നും സഹോദരന്മാരോട് ഞാൻ ഈ ജോലിനെ കുറിച്ചൊക്കെ ദർശനങ്ങൾ പറയുമ്പം എനിക്ക് അപ്പം ദേഷ്യം വരും. എന്താ ജോലി അനുസരിക്കാതെ ചിന്തിക്കും. പക്ഷേ ഞാൻ എന്നെ ഓർക്കുമ്പോൾ എനിക്കറിയാം, യെസ്, എൻ്റെ സ്വഭാവം അറിയുമ്പോൾ എനിക്കറിയാം അവസാനം ദൈവം കൊണ്ടുവരുമെന്നറിയാം. അതാണ് എൻ്റെ സാക്ഷ്യം. ഈ ചർച്ച് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു എൻ്റെ ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് വരുവാൻ വേണ്ടി. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കൊച്ചോൻ ബ്രദർ ഇപ്പോൾ മുമ്പോട്ട് വന്ന് 2 വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായ ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ആയിരിക്കുന്ന നിമിഷത്തിൽ വിശേഷാൽ ദൈവദാസന് ദൈവസഭ ദൈവം കൊടുത്ത അനോയിൻറ്റിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്താൽ സംഭവമായ നിമിഷങ്ങളാണ്. ഹല്ലേലൂയ. അധികം കൃപയോടും അധികം ദൈവ ശക്തിയോടും ഹല്ലേലൂയ മോശയെ പോലെ, ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസിനെ പോലെ, ഹല്ലേലൂയ പത്രോസിനെ പോലെ ദൈവാഭിഷേകത്താൽ ഈ കുടുംബത്തെ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗരാജാവേ, അനുഗ്രഹീതമായ നല്ല വിളയ്ക്കായ ഒരിക്കൽ കൂടി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ എന്തുള്ളു കർത്താവേ. അങ്ങയുടെ ദൈവം മാത്രമേ ഞങ്ങൾ പൂർണ്ണമായി സമ്മതിക്കും. ഹല്ലേലൂയ. അങ്ങയുടെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഓർത്ത് ഒരിക്കൽ കൂടി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവ്. വിശേഷാൽ നിരദാസനും ദാസി കഴിഞ്ഞ 21 പകൽക്കാലം അങ്ങയുടെ പാതവിടത്തെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവജനത്തിനു വേണ്ടി ഇടയിലേൽപ്പാൻ അങ്ങ് കൊടുത്ത വലിയ കാഴ്ചപ്പാടിനായി ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തോത്രം കർത്താവ്. അത് മുഖാന്തരം ഞങ്ങളും അനുഗ്രഹിക്കപ്പെട്ടല്ലോ കർത്താവേ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എൻ്റെ ദൈവത്തിന് ഞങ്ങൾ സകല മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ ദൈവസഭ അപ്പോസ്തലിക ദൈവസഭയായി തീരട്ടെ കർത്താവേ.
ഹാലലുയ അങ്ങയുടെ സാക്ഷ്യമുള്ള ഒരു സഭയായി തീരട്ടെ കർത്താവേ. അനേക സഭകൾ കർത്താവേ ഹാലലുയ ഹാലലുയ അങ്ങയുടെ രാജ്യത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവസഭയെ കർത്താവ് അനുഗ്രഹിക്കുന്നത് കൊണ്ട്, ബലപ്പെടുത്തുന്നത് കൊണ്ട്, അപ്രകാരമുള്ള ശുശ്രൂഷയിലേക്ക് ദൈവം നയിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഇതിന് നേതൃത്വം നൽകുവാൻ ദാസന് കൊടുത്തിരിക്കുന്ന ആ ദൈവിക വെളിപ്പാടിനായി സ്തോത്രം കർത്താവേ, ആ കാഴ്ചപ്പാടിനായി സ്തോത്രം കർത്താവേ. കുടുംബമായി ഇന്ന് പകൽക്കാലം അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വരും ദിവസങ്ങളിലും വരും നാളുകളിലും കർത്താവേ ഹാലലുയ ദൈവിക ദർശനത്തോടെ, ദൈവിക കൃപയോടെ ദൈവസഭയെ നയിപ്പാന്, ദൈവജനത്തെ നയിപ്പാന് കർത്താവ് വീണ്ടും അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. സഭയും കുടുംബങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഓർക്കുന്ന കർത്താവേ. എല്ലാവരുടെ മേലും എന്നെ ദൈവം കൊടുത്ത കൃപയ്ക്കായി, വിടുതലിനായി, സന്തോഷത്തിനായി ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഹാലലുയ ഹാലലുയ വരും ദിവസങ്ങളിൽ കർത്താവേ ആ ദൈവകൃപയോടെ കർത്താവെ മുന്നേറുവാൻ, ശത്രുവിന്റെ ഹാലലുയ ആയുധങ്ങളെ കീഴ്മേൽ വെപ്പിച്ചുകൊണ്ട് കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഓരോ വിഷയത്തിന്റെ മേലും ജയോത്സവമായി മുന്നേറുവാൻ കർത്താവ് എല്ലാ ജനത്തെയും എന്റെ ദൈവം സഹായിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവേ. അപ്രകാരമുള്ള ദൈവിക വചനങ്ങൾ കൊണ്ട് കഴിഞ്ഞ ദിനങ്ങളെല്ലാം ഞങ്ങളെ ശക്തീകരിച്ച ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. ഹാലൽ ഞങ്ങളുടെ കൃപയോ ഹാലലുയ ഞങ്ങളുടെ ബലമല്ല, ഞങ്ങളുടെ ശക്തിയല്ല, പിന്നെയോ ഞങ്ങളെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളെ ബലപ്പെടുത്തുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഈ പൽക്കാലം ഹാലലിയ നടക്കപ്പെട്ട എല്ലാ ശുശ്രൂഷകൾക്കായി ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവേ. ടോണിക്കായി കുടുംബത്തിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ വീണ്ടും ആ കുടുംബത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വീണ്ടും ചില വിടുതലുകൾ ആ കുടുംബത്തിന് ആവശ്യമാണല്ലോ കർത്താവേ. അങ്ങയുടെ നാമത്തിൽ ആ ഹാലലിയ വിടുതൽ ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാപിക്കുന്ന കർത്താവേ. എന്റെ ദാസൻ ബിബിക്കായി കുടുംബത്തിനായി സ്തോത്രം കർത്താവേ. ഹാലലിയ ഒരു ഹാലലിയ ഹാലലിയ സഭയുടെ ശുശ്രൂഷയുടെ പദവിയിലേക്ക് ഈ പകൽക്കാലത്തിന് പകരം ഹാലലിയ കർത്താവ് ആക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവേ. വ്യക്തമായ കാഴ്ചപ്പാടോടെ, ദൈവിക ദർശനത്തോടെ, ദൈവിക വെളിപ്പാടോടെ കർത്താവേ അങ്ങയുടെ നാമത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് കർത്താവേ ഞങ്ങൾക്കൊരു നല്ല നാഥനായി തീരുവാൻ തക്കവണ്ണം എന്റെ ദാസനെയും കുടുംബത്തെ ശക്തീകരിച്ചത് കൊണ്ട് സ്തോത്രം കർത്താവേ. ബലപ്പെടുത്ത ഞങ്ങളുടെ കൃപയ്ക്കായി സ്തോത്രം. വിശേഷാൽ ജോയ് പാസ്റ്ററിനായി, തോമസ് എഡി പാസ്റ്ററിനായി സ്തോത്രം കർത്താവേ. കഴിഞ്ഞ ദിനങ്ങളെല്ലാം ഞങ്ങളുടെ ആഴമേറിയ വചന സത്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വിളമ്പി തരുവാ ദാസന്മാരെ ശക്തീകരിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഇനിയും അനേകർക്ക് നിന്റെ മക്കളൊരു ആശ്വാസമായി തീരട്ടെ, വിടുതലായി തീരട്ടെ കർത്താവേ. ഹാലലൂയ ഹാലലൂയ കർത്താവേ. ഹാലലൂയ അങ്ങയുടെ വയൽപ്രദേശത്ത് വീണ്ടും തീഷ്ണതയോടെ അധ്വാനിക്കുവാൻ, അനേകരെ നേടുവാൻ തക്കവണ്ണം കർത്താവ് എല്ലാവരെയും സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയാൻ കുടുംബങ്ങളുടെ സകല വിഷയങ്ങളും ഈ പകൽക്കാലം തിരുപാദപ്പെടുത്തി ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ്. എല്ലാറ്റിനും അങ്ങ് മറുപടി നൽകുന്നത് കൊണ്ട് സ്തോത്രം കർത്താവ്. നൽകിയ മറുപടിക്കായി, വിടുതലിനായി ഒരിക്കൽ കൂടി സ്തോത്രം കർത്താവ്. നാമത്തിന്റെ മഹത്വത്തിനായി സകലവും താഴ്ത്തി ഏൽപ്പിക്കുന്നു. യാചന കേട്ട യഹോവയ്ക്ക് മഹത്വം. ഞങ്ങൾക്ക് ആജീവം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവേ. വയറിപ്പോൾ ഒരു പാട്ട് പാടും, അതിനുശേഷം നമുക്ക് ആശീർവാദം പറഞ്ഞു. യാത്ര ചെയ്യും ഞാൻ ക്രൂശിനെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ ക്രൂശിനെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. പരിശുദ്ധനായ ഞങ്ങൾ ദൈവമേ, സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. മനോഹരമായ ശുശ്രൂഷകൾ ഇതിനകത്ത് നടന്നല്ലോ. ഇതെല്ലാം കർത്താവ് ദൈവമേ അങ്ങ് തന്നെ ഞങ്ങൾക്ക് നടത്തി തന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മക്കളെ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. ബിബിയെ നീതുവിനെ കുടുംബമായി അങ്ങ് ബലപ്പെടുത്തണേ, സഹായിക്കണമേ, ശുശ്രൂഷകളിൽ അങ്ങ് മാനിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങ് ബലപ്പെടുത്തണം, സഹായിക്കണം. മുൻപോട്ടുള്ള ശുശ്രൂഷകളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനിടയായി തരണം. സഭയെ മുറ്റുമായി
അങ്ങയുടെ ബ്ലഡിൽ ഞങ്ങൾ കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം ഈ പ്രിയ മക്കളോടെല്ലാം കൂടെ ഇരിക്കണമേ കർത്താവേ. ദൈവിക കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ കർത്താവ് ഞങ്ങളെ ഓരോ നിമിഷം സഹായിക്കണം. പ്രാർത്ഥന യാചന കേട്ട കരുണയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നിന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലാലോചന സഹണം നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിശുദ്ധവരുടെ മേലും പ്രദേശങ്ങൾ മേലകളുടെ മേലും ഇന്ന് വചനം ഘോഷിച്ച കർത്താവിൻ്റെ ദാസന്മാരുടെ മേലും ബിബിയയുടെയും കുടുംബത്തിൻ്റെ മേലും ഇപ്പോഴെപ്പോഴും തൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇറക്കപ്പെടുന്ന കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണം. കടന്നു വന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. സ്വത്രാഴ്ച